വെൽക്കം ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു ആന്തറിൻ്റെ സ്ട്രക്ചർ എന്ന്. ആന്തറിൻ്റെ കോമൺ ആയിട്ടൊരു 4 ലോബുള്ള ആന്തറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഒരു ചിത്രശലഭത്തിൻ്റെ പോലെ ആയിരിക്കും അല്ലേ? 4 ലോബുകൾ ഉണ്ടായിരിക്കും. കോമൺ ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഈ 4 ലോബുകളുള്ളത്. ഇതിന് 3 ലെയറുകൾ ഉണ്ടായിരിക്കും. 4ാമത്തെ ലെയറാണ് ടപ്പീറ്റം, അതായത് അകത്തുള്ള 4ാമത്തെ ലെയറാണ് നമ്മുടെ ടപ്പീറ്റം. അതിൻ്റെ അകത്ത് നിന്നാണ് പൊളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒന്ന് സ്പീഡിൽ നമ്മൾ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു മുമ്പ് നമ്മൾ ആന്തറിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ. നിങ്ങൾക്ക് മൈക്രോസ്പോറോജെൻസിസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് മൈക്രോസ്പോറോജെൻസിസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ആന്തറിൻ്റെ സ്ട്രക്ചർ എന്നൊക്കെ അറിയില്ലേ? ഈ ആന്തറിൻ്റെ അകത്തുള്ള നമ്മുടെ ടപ്പീറ്റത്തിൻ്റെ അകത്താണ് പൊളൻ സാക്ക് ഉള്ളത്. ഇപ്പോൾ ഇതാണ് ടപ്പീറ്റം എന്ന് വിചാരിക്കുക. ഈ ടപ്പീറ്റത്തിൻ്റെ അകത്ത് എന്തുണ്ട്? പൊളൻ സാക്ക് ഉണ്ട്. ഒരൊറ്റ പൊളൻ സാക്കാണ് ഒരു സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കും. അങ്ങനെ 4 ലോബുകളുള്ള ഒരു സ്ട്രക്ചറായ കാരണം ഓരോന്നിൻ്റെ ഉള്ളിലും 4 പൊളൻ സാക്കുകളാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ടപ്പീറ്റത്തിൻ്റെ അകത്ത് പൊളൻ സാക്കുകളുണ്ട്. ഈ പൊളൻ സാക്കുകളുടെ അകത്ത് കോമ്പാക്റ്റ്ലി അറേഞ്ച് ചെയ്തിട്ട് ഒരുപാട് സെല്ലുകളുണ്ട്. സെല്ലുകൾ എങ്ങനെയാണ്? കോമ്പാക്റ്റ്ലി അറേഞ്ച് ചെയ്തിട്ട് ഒരുപാട് സെല്ലുകളുണ്ട്. അത് നമ്മുടെ സ്പോറോജീനസ് സെല്ലുകളാണ്, അല്ലെങ്കിൽ സ്പോറോജീനസ് ടിഷ്യൂ ആണ്. സ്പോറോജീനസ് ടിഷ്യൂസ് കോമ്പാക്റ്റ്ലി അറേഞ്ച് ചെയ്തിട്ട് എവിടെയുണ്ട്? നമ്മുടെ പൊളൻ സാക്കിൻ്റെ അകത്തുണ്ട്. ഇനി ഇവർ എങ്ങനെയാണ് ഇരിക്കുന്നത്? കോമ്പാക്റ്റ്ലി അറേഞ്ച് ചെയ്തിട്ടാണ്, അതായത് അവരുടെ ഇടയിൽ സ്പേസ് ഒന്നുമില്ല. നമ്മുടെ ഈ ഒരു ആന്തർ എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ എല്ലാ ഭാഗവും എന്ത് ചെയ്യുന്നുണ്ട്? വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊക്കെ ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ട്, പ്രോസസ്സുകളൊക്കെ നടന്നിട്ട് നമ്മുടെ പൊളൻ സാക്ക് എന്ത് ചെയ്യും? എൻലാർജ് ചെയ്യും. പൊളൻ സാക്ക് എന്ത് ചെയ്യും? വലുതാവും. പൊളൻ സാക്ക് വലുതാവുമ്പോൾ ഇനീഷ്യലി അതിൻ്റെ അകത്തുണ്ടായിരുന്ന സെല്ലുകൾ എങ്ങനെയായിരുന്നു? കോമ്പാക്റ്റ്ലി അറേഞ്ച് ചെയ്തിട്ടുള്ള സെല്ലുകളായിരുന്നു. പക്ഷേ ഇത് എൻലാർജ് ചെയ്തത് കാരണം ഈ സെല്ലുകളുടെ എണ്ണം കൂടിയിട്ടില്ലല്ലോ. അപ്പോൾ സെല്ലുകളുടെ ഇടയിലുള്ള കുറച്ച് സ്പേസ് വന്നു. സെല്ലുകളുടെ ഇടയിൽ എന്തുണ്ടായി? കുറച്ച് സ്പേസ് വന്നു. അപ്പോൾ ഇവരൊക്കെ കുറച്ചിങ്ങനെ ലൂസായിട്ടാണ് പിരിക്കുന്നത്. ഇനി ഈ ഓരോ സെല്ലുകൾക്കും, സ്പോറോജീനസ് ടിഷ്യൂവിലുള്ള ഓരോ സ്പോറോജീനസ് സെല്ലുകൾക്കും നമ്മുടെ മൈക്രോസ്പോറിന് അല്ലെങ്കിൽ പൊളൻ ഗ്രെയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പൊളൻ ഗ്രെയിൻസിന് ഇവർക്കൊക്കെ എന്ത് ചെയ്യാം? പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ ഇവരെല്ലാവരും കൂടി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒരുപാട് പൊളൻ ഗ്രെയിൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് മുഴുവനും വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒന്നും എവിടെയില്ല? നമ്മുടെ ടപ്പീറ്റത്തിലില്ലേ? കാരണം ടപ്പീറ്റമാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൊളൻ ഗ്രെയിൻസ് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കൊടുക്കുന്നത് അല്ലേ? മാത്രമല്ല അവർക്ക് ഇരിക്കാനുള്ള സ്പേസും ഈ പൊളൻ സാക്കിൻ്റെ അകത്ത് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഫിറ്റസ്റ്റ് ആയിട്ടുള്ളത് സർവൈവ് ചെയ്യുമെന്ന് പറയുന്ന പോലെ കുറച്ച് സെല്ലുകൾ ഇതിൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യും? ഡീജനറേറ്റ് ചെയ്ത് പോവും, അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യും. കുറച്ച് എണ്ണമൊക്കെ അതിൽ നിന്ന് നശിച്ചു പോവും. അങ്ങനെ നശിച്ചു പോയിട്ട് കുറച്ച് സെല്ലുകൾ മാത്രമാണ് അതിൻ്റെ അകത്ത് ബാക്കി ഉണ്ടായിരിക്കുക. ഇപ്പം ഇത്ര സെല്ലുകളാണ്. ഒരുപാട് സെല്ലുകൾ ഉണ്ടായിരിക്കും, കാരണം കോമ്പാക്റ്റ്ലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആയിരിക്കുമല്ലോ. നമ്മൾ ഇതിൻ്റെ ഇടയിൽ സ്പേസ് വന്നു എന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് സ്പേസ് വന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഉള്ള സ്പേസ് അവർക്ക് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണൊക്കെ ഡീഗ്രേഡ് ചെയ്ത് പോയിട്ട് ബാക്കി കുറച്ച് സെല്ലുകളാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുക. ഇനി ഈ ഓരോ സെല്ലുകളും ആണ് MMC, അല്ലെങ്കിൽ നമ്മുടെ മൈക്രോസ്പോർ മദർ സെല്ല്. ഈ ഓരോ സെല്ലുകളും മൈക്രോസ്പോർ മദർ സെല്ലുകളായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ എല്ലാ സെല്ലുകളും 2n കണ്ടീഷനിലായിരിക്കും ഇരിക്കുന്നത്. എങ്ങനെയാണ്? 2n കണ്ടീഷനിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്കറിയാം പൊളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് നമ്പറാണ്, അതായത് n നമ്പറാണ് വേണ്ടത്. അപ്പോൾ ഇവർക്ക് എന്തായിരിക്കണം സംഭവിക്കേണ്ടത്? അവർക്ക് മിയോസിസ് സംഭവിക്കണം അല്ലേ? അതായത് റിഡക്ഷൻ ഡിവിഷൻ സംഭവിക്കണം. ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുക. നമ്മുടെ മൈക്രോസ്പോർ മദർ സെല്ലിന് റിഡക്ഷൻ ഡിവിഷൻ നടന്ന്, അതായത് മിയോസിസ് നടക്കും. ഓരോ സെല്ലുകൾക്കും മിയോസിസ് നടക്കും. ഞാൻ ആ ഒരു സെല്ല് വരയ്ക്കാം. ഓക്കെ, ഇതാണ് ഒരു മൈക്രോസ്പോർ മദർ സെല്ലെന്ന് വിചാരിക്കുക. ഈ ഒരു മൈക്രോസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടന്നത്, അതായത് 2n എന്നുള്ള ഇത് എന്തായി മാറും? ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞിട്ട്, ഫസ്റ്റ് മിയോസിസ് കഴിഞ്ഞിട്ട് 2
n നമ്പറുള്ള സെല്ലുകളായിട്ട് മാറും. ദെൻ അവർ രണ്ടാമത്തെ മിയോട്ടിക് ഡിവിഷൻ, അതായത് 2 മിയോസിസ് അവിടെ നടക്കുന്നുണ്ട്. സെക്കൻഡ് മിയോസിസ് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൽ നിന്നും ഒരു സെല്ലുണ്ടായിരിക്കും. n നമ്പറുള്ള മൊത്തം 4 സെല്ലുകൾ, അതായത് ഈ ഒരു സെല്ലാണ് കേട്ടോ ഇത്. അങ്ങനെ മൊത്തം 4 ഉണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ, 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള 4 സെല്ലുകളായിട്ട് മാറി. ഓക്കെ, 4 ഹാപ്ലോയിഡ് സെല്ലുകളായിട്ട് മാറി. ഇനി ഇവർ 4 പേരും ഈ ഒരു ഒറ്റ മദർ സെല്ലാണ് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ആയിട്ട് മാറിയിട്ടുള്ളത്. ഞാൻ ഈ 4 എന്ന് എഴുതിയെന്നുള്ളൂ കേട്ടോ, അത് 4 സെല്ലുകളാണ്. കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ഇങ്ങനെ 4 സെല്ലുകൾ ഉണ്ടായി. ഇവർ തമ്മിൽ കണക്ഷനൊന്നുമില്ല. ഓക്കെ, 4 സെല്ലുകൾ ഉണ്ടായി. ഇനി ഇവർ ഈ ഒരു ഒറ്റ സെല്ലിൽ നിന്നാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് പോയിട്ടില്ല, 4 സെല്ലുകൾ ഉണ്ടായി എന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു 4 സെല്ലുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? പല രീതിയിൽ ഈ ഒരു 4 സെല്ലുകൾക്ക് അറേഞ്ച് ചെയ്യാം. ആ ഓരോ രീതിയിനെയും പല പല പേരുകളാണ് പറയാം. അതിലേറ്റവും കോമൺ ആയിട്ടുള്ള ഒന്നാണ് ടെട്രാഹീഡ്രൽ. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ 3 സെല്ലുകൾ ഉണ്ടായിരിക്കും. 4 എണ്ണം ഉണ്ട് തൊട്ട് ബാക്കിൽ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സെല്ലും കൂടി ഉണ്ടായിരിക്കും. അങ്ങനെ 3, നമുക്ക് എല്ലാം വരയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ 3 എണ്ണം വരച്ചിട്ടുള്ളത്. പിന്നിൽ 4ാമത്തെ ഒരു സെല്ലും കൂടി ഉണ്ട്. ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളൊരു ടൈപ്പ്, ടെട്രാഹീഡ്രൽ. ഇതാണ് ടെട്രാഹീഡ്രൽ ടൈപ്പ്. ഈ ഒരു ടൈപ്പാണ് മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സിൽ നമ്മൾ കാണാറുള്ളത്. ഈ ഒരു ടൈപ്പാണ്. ഇതല്ലാതെയും പല ടൈപ്പുകളുണ്ട്. ഐസോബൈലാറ്ററൽ ഉണ്ട്, ഐസോബൈലാറ്ററൽ ടൈപ്പ് ഉണ്ട്. അതെന്ന് പറയുകയാണെങ്കിൽ 4 സെല്ലുകൾ വിസിബിൾ ആയിരിക്കും, അതായത് 4 സെല്ലുകൾ കറക്റ്റ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെയുള്ള ഒരെണ്ണമാണ് ടി ഷേപ്ഡ് ആയിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 4 സെല്ലുകളല്ലേ ഉള്ളത്. അപ്പോൾ ആ 4 സെല്ലുകൾ ഇങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഇവിടെ ഒരു സെല്ല്, ഇവിടെ ഒരു സെല്ല്, ഇവിടെ 2 സെല്ല്. അത് ഇവിടെ ഒരു ടി പോലെയല്ലേ, അതുകൊണ്ടാണ് ടി ഷേപ്പിലുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ ലീനിയർ ഉണ്ട്. ലീനിയർ എന്ന് പറയുകയാണെങ്കിൽ 4 സെല്ലുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ലീനിയർ. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അതിലേറ്റവും കോമൺ ആയിട്ടുള്ളതാണ് നമ്മുടെ ടെട്രാഹീഡ്രൽ. മോസ്റ്റ് ഇതിങ്ങനെയാണ് കാണാറുള്ളത്. ഓക്കെ, ഈ ഓരോ സെല്ലുകളും ഈ 4 n കണ്ടീഷനിലുള്ള 4 ഹാപ്ലോയിഡ് സെൽ ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ, ഇവർ പിന്നീട് സെപ്പറേറ്റ് ചെയ്ത് പോയിട്ടാണ് ഇപ്പോൾ ഈ 4 എണ്ണത്തിൽ നിന്ന് ഈ 4 പേര് ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, ഇങ്ങനെയായിരുന്നു. ഇവർ എന്ത് ചെയ്തു പോവും? സെപ്പറേറ്റ് ചെയ്തിട്ട് 4 പൊളൻ ഗ്രെയിൻസ് ആയിട്ട് മാറും. 4 പൊളൻ ഗ്രെയിൻസ് ആയിട്ട് അവർ മാറും. ഇതാണ് എന്ത്? നമ്മുടെ മൈക്രോസ്പോറോജെനസിസ്. മനസ്സിലായോ എന്താണ് മൈക്രോസ്പോറോജെനസിസ് എന്നുള്ളത്? ഞാൻ മൊത്തം പറഞ്ഞു എന്നുണ്ട് അല്ലേ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പൊളൻ സാക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ആന്തറിൻ്റെ അകത്തുള്ള ഒരു പ്രോസസ്സാണ്. പൊളൻ സാക്ക് ഉണ്ടായിരിക്കും ടപ്പീറ്റത്തിൻ്റെ അകത്ത്. ഈ പൊളൻ സാക്കിൻ്റെ അകത്ത് സ്പോറോജീനസ് ടിഷ്യൂസ് ഒരുപാട് കോമ്പാക്റ്റ്ലി അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഒരുമിച്ചിരിക്കുന്ന കാരണമാണ് നമ്മളതിൻ്റെ സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറഞ്ഞത്. അതിൽ ഒരുപാട് സെല്ലുകൾ ഉണ്ടായിരിക്കും. ആ സെല്ലുകൾ സ്പോറോജീനസ് സെല്ലുകളാണ്. ഈ ഒരു പൊളൻ സാക്ക് കുറച്ച് എൻലാർജ് ചെയ്യുന്നത് മൂലം ഇവരുടെ ഇടയിലുള്ള സ്പേസ് കുറച്ച് കൂടും. അങ്ങനെ സ്പേസ് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സെല്ലുകൾ ഡിഗ്രേഡ് ചെയ്ത് പോയിട്ട് ബാക്കിയുള്ള സെല്ലുകൾ മാത്രം അവിടെ അവശേഷിക്കും. ഈ എല്ലാ സെല്ലുകളും മൈക്രോസ്പോർ മദർ സെല്ലുകളായിട്ട് ആക്ട് ചെയ്യും. ഈ എല്ലാ സെല്ലുകളും 2n കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ 2n എന്നുള്ളത് n ആയി മാറണം. അപ്പോൾ മിയോസിസ് നടക്കും. 2 മിയോസിസ് നടക്കും. ഫസ്റ്റ് മിയോസിസും സെക്കൻഡ് മിയോസിസും നടക്കും. അങ്ങനെ ഈ 2n എന്നുള്ള ഒരു സെല്ല് എന്തായി മാറും? n കണ്ടീഷനിലുള്ള 4 ഹാപ്ലോയിഡ് സെല്ലുകളായിട്ട് മാറും. ഇനി ഈ 4 സെല്ലുകൾ ഒരുമിച്ച് കോമ്പാക്റ്റ്ലി അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. പല രീതിയിൽ ആ 4 സെല്ലുകൾക്ക് അറേഞ്ച് ചെയ്യാം. അതിലേറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ടെട്രാഹീഡ്രൽ. അതിൽ 3 എണ്ണം കാണാൻ പറ്റും. ഒരെണ്ണം ബാക്ക് സൈഡിലായിരിക്കും. അതുപോലെ ഐസോബൈലാറ്ററൽ ഉണ്ട്, ടി ഷേപ്ഡ് ഉണ്ട്, ലീനിയർ ഉണ്ട്, അതുപോലെ എഫ് ഷേപ്ഡ് ഉണ്ട്. അങ്ങനെ പല രീതികളുണ്ട്. ഓക്കെ, അതിൽ കോമൺ ആയിട്ടുള്ള ടെട്രാഹീഡ്രൽ ആണ്. ഇനി ഈ 4 എണ്ണം ഒരുമിച്ചാണ് ഇരിക്കുന്നത് അല്ല, ബൈൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അവർ പിന്നീട് സെപ്പറേറ്റ് ചെയ്ത് പോയിട്ടാണ് 4 സെല്ലുകളായിട്ട് അല്ലെങ്കിൽ 4 പൊളൻ ഗ്രെയിൻസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത്. ഇതാണ് എന്ത്? നമ്മുടെ മൈക്രോസ്പോറോജെനസിസ്. മനസ്സിലായില്ലേ എന്താണ് മൈക്രോസ്പോറോജെനസിസ് എന്നുള്ളത്? ഇനി ആ ഒരു പുറത്ത് വരുന്ന നമ്മുടെ പൊളൻ ഗ്രെയിൻ എങ്ങനെയാണ് പുറത്ത് വരിക? ഇങ്ങനെയാണല്ലേ ആന്തർ ഡെഹിസൻസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. അതിൻ്റെ സൈഡിലുള്ള വോള് ബ്രേക്ക് ചെയ്തിട്ട്
ആണ് എന്ത് ചെയ്യുക, നമ്മുടെ പൊളൻ ഗ്രെയിൻസ് പുറത്ത് വരാം. ഇനി ഇപ്പോൾ ഇത് ഒരു പൊളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചറാണ്, ഇതൊരു ആന്തറാണ്, ആന്തറിൽ നിന്ന് പുറത്ത് വരുന്ന പൊളൻ ഗ്രെയിൻസ് ആണിത്. ഒരു പൊളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ എങ്ങനെയായിരിക്കും? ഇതാണൊരു പൊളൻ ഗ്രെയിൻ എന്നുണ്ടെങ്കിൽ ആ ഒരു പൊളൻ ഗ്രെയിന് ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ടായിരിക്കും, അതുപോലെ എന്തുണ്ടായിരിക്കും, ഒരു ജനറേറ്റീവ് സെല്ലും ഉണ്ടായിരിക്കും. വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും ഉണ്ടായിരിക്കും. ഒരു സെല്ല് വലുതും ഒരു സെല്ല് ചെറുതുമായിരിക്കും. പിന്നെ ഇതിൻ്റെ വോള് നോക്കുകയാണെങ്കിൽ ഇതിന് എക്സൈനും ഇൻറ്റൈനും ഉണ്ടായിരിക്കും. എക്സൈൻ പുറത്തുള്ള വോളായിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ വരയ്ക്കുന്നതാണ് എക്സൈൻ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് നമുക്കൊന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സൈൻ, ഇതാണ് നമ്മുടെ ഇൻറ്റൈൻ. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള വോളാണ് നമ്മുടെ ഇൻറ്റൈൻ. ഓക്കെ, ഇപ്പോൾ വരച്ചിട്ടുള്ളതാണ് നമ്മുടെ ഇൻറ്റൈൻ. അപ്പോൾ ഇതല്ലാതെ എക്സൈന് ഗ്യാപ്പുകളുണ്ട് അല്ലേ, ഇവിടെയൊക്കെ എന്തുണ്ട്, ഗ്യാപ്പുകളുണ്ട്. അതൊക്കെ ജേം പോറുകളാണ്. ഓക്കെ, ജേം പോറുകളാണ്. ഇതിൽ കൂടെയാണ് നമ്മുടെ ഈ ഒരു പൊളൻ ഗ്രെയിൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ജെർമിനേഷൻ നടക്കുന്നത് അതിൽ കൂടെയാണ് പൊളൻ ട്യൂബൊക്കെ റൈസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഒരു പൊളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ. അതുപോലെ നമ്മൾ ഇന്ന് പറഞ്ഞതാണ് എന്ത്, മൈക്രോസ്പോറോജെനസിസ് പ്ലസ് നമ്മുടെ പൊളൻ ഗ്രെയിൻ്റെ ഡെവലപ്മെൻറ്റും കൂടിയുള്ളൊരു ഡയഗ്രമാണിത്. ആദ്യം എന്താണ് ഉണ്ടാവുക, നമ്മുടെ മൈക്രോസ്പോർ മദർ സെല്ലാണിത്. ഓക്കെ, മൈക്രോസ്പോർ മദർ സെല്ലാണിത്. ഇതിന് ഫസ്റ്റ് മിയോസിസ് നടന്നു, 2 സെല്ലുകളുണ്ടായി. സെക്കൻഡ് മിയോസിസ് നടന്നു, 4 സെല്ലുകളായി. അതായത് പൊളൻ ടെട്രാഡായി. പൊളൻ ടെട്രാഡ് എന്ന് ഈ ഒരു സ്ട്രക്ചറിനെ പറയും കേട്ടോ. പൊളൻ ടെട്രാഡായി. ഈ പൊളൻ ടെട്രാഡ് പല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ കോമൺ ആയിട്ടുള്ളതായിരുന്നു എന്ത്, ടെട്രാഹീഡ്രലായിരുന്നു കോമൺ ആയിട്ടുള്ളത് ഈ ഒരു സ്ട്രക്ചർ. ഇതിൽ നിന്ന് എന്താണ്, ഓരോ സെല്ലുകൾ സെപ്പറേറ്റ് ചെയ്ത് പോയിട്ട് നമ്മുടെ ഇതൊരു പൊളൻ ഗ്രെയിൻ ആണ്, എൻ കണ്ടീഷനിലുള്ള ഒരു പൊളൻ ഗ്രെയിൻ ആണിത്. ഈ ഒരു പൊളൻ ഗ്രെയിൻ പിന്നീട് മൈറ്റോസിസ് നടന്നിട്ട് എന്തായി മാറും, ജെർമിനേഷൻ നടന്ന് ഇത് പൊളൻ ട്യൂബാണ്. ജെർമിനേഷൻ നടന്നിട്ട് പിന്നീട് ഓരോ ഫെർട്ടിലൈസേഷനും കാര്യങ്ങളൊക്കെ നടക്കും. ഓക്കെ, ഇതാണ് എന്ത്, നമ്മുടെ മൈക്രോസ്പോറോജെനസിസ്. അപ്പോൾ എന്താണ് മൈക്രോസ്പോറോജെനസിസ്, എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്നുള്ളതൊക്കെ മനസ്സിലായില്ലേ? അത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. കാരണം നമുക്ക് എസ്സേക്ക് വരാറുള്ളൊരു സാധനമാണ് നമ്മുടെ മൈക്രോസ്പോറോജെനസിസ് എന്നുള്ളത് എംബ്രിയോളജിയുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മെഗാസ്പോറോജെനസിസ് ഉള്ളത്. ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് കുറച്ചുകൂടി ഒരു ടഫായിട്ട് വരിക. അത് നമുക്ക് നോക്കാം.